എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണവും നബിദിനവും ഒക്കെ ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഷോപ്പുകളിലൊക്കെ വമ്പൻ ഓഫറുകളുടെ പെരുമഴക്കാലാണ്. നമ്മൾ നിത്യേന ദൃശ്യ പത്ര മാധ്യമങ്ങൾ നോക്കിയാൽ ധാരാളം പരസ്യങ്ങളാണ് കാണുന്നത്. എല്ലാവരിലും വമ്പൻ ഓഫറുകളാണ്. അപ്പോൾ ഇത്തരം ഓഫറുകൾ കണ്ട് നമ്മൾ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസേന പത്രം എടുത്ത് നോക്കിയാൽ ആദ്യത്തെ 2 ഫുൾ പേജുകൾ ഓരോ ദിവസവും ഓരോ വലിയ വലിയ ഷോപ്പുകളുടെ പരസ്യമാണ്. ഓഫറുകളെ കൊണ്ട് ഓഫറുകളാണ് അല്ലേ. കോടികളുടെ സമ്മാന പദ്ധതി അത് വേറെ, ഓരോ പർച്ചേസിനും ഗിഫ്റ്റുകൾ അത് വേറെ. ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് സാധ്യമാവുന്നത്? ഞാൻ മനസ്സിലാക്കിയ 1-2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് എല്ലാ വലിയ ഷോപ്പുകളിലും പോയി കഴിഞ്ഞാൽ അവർ MRPയിലാണ് ഓഫർ പറയണത്. MRPയിൽ നിന്ന് ഇത്ര രൂപ ഓഫർ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശാഖകളുള്ള ബ്രാഞ്ചുകളുള്ള ഒരു വലിയൊരു ഷോപ്പിൻ്റെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ ഉദ്ഘാടന സമയത്ത് അവരുടെ പരസ്യം, അതായത് അന്ന് അവർ ഏത് സാധനം വാങ്ങിയാലും ആ ഷോപ്പിൽ നിന്ന് ഏത് സാധനം വാങ്ങിയാലും 10% ക്യാഷ് ബാക്ക്, അതേപോലെ തന്നെ അന്ന് അവർ ലാഭം എടുക്കുന്നില്ല, 24 മണിക്കൂർ സെയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഗിഫ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് TV എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. LGയുടെ ഒരു TV ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 43 ഇഞ്ച് TVക്ക് ഞാനൊരു മോഡൽ നമ്പറൊക്കെ നോക്കി വെച്ചിരുന്നു. അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നോക്കി നമ്മൾ കൃത്യമായിട്ട് ഏത് TV വേണമെന്ന് തീരുമാനിച്ചാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ പോയിട്ട് ഭയങ്കര തിരക്കാണ്, തിരക്കുകൊണ്ട് ആ ഷോപ്പിലേക്ക് കയറാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ആ ഷോപ്പിൽ നമ്മൾ പോയി TV കണ്ടു. നമ്മൾ പറഞ്ഞ മോഡൽ നമ്പർ അവിടെ ഉണ്ട്. ആ മോഡൽ നമ്പർ TVക്ക് അവർ 45,000 രൂപയാണ് അതിൻ്റെ MRP. അവരുടെ ക്യാഷ് ബാക്ക് അതേപോലെയുള്ള എല്ലാ ഓഫറുകളും ഡിസ്കൗണ്ടും ഒക്കെ കഴിച്ചിട്ട് ആ TV നമുക്ക് 33,900 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഏകദേശം 10,000 രൂപയിൽ അധികം ലാഭമായിട്ട് തോന്നും നമുക്ക് അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തിനോട് നമ്മളങ്ങനെ ഒരു കടയിൽ മാത്രം പോയിട്ട് നമ്മൾ TV വാങ്ങരുത്, അപ്പോൾ നമുക്ക് അടുത്തുള്ള 1-2 കടകൾ കൂടി പോയി നോക്കാം. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയുന്ന ഒരാളുടെ അയാൾക്ക് ബ്രാഞ്ചുകളൊന്നുമില്ല, ഒറ്റ ഷോപ്പേ ഉള്ളൂ. ആ TV കടയിൽ പോയിട്ട് നമ്മൾ ഇതേ കമ്പനിയുടെ ഇതേ മോഡൽ നമ്പറുള്ള TVക്ക് വില വെച്ച് നോക്കി. അവിടെ പറഞ്ഞ വില, ഒരു ഓഫറും അവർ പറഞ്ഞില്ല, ഒരു ക്യാഷ് ബാക്കും ഇല്ല, ഒന്നുമില്ല. അവർ പറഞ്ഞ വില 31,900 ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വലിയ റേറ്റുകൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നാണ് ഇവർ ഓഫർ നമുക്ക് തരുന്നുണ്ട് എന്നവർ പറയണത്. അതേപോലെ തന്നെ ഒരു ഫേമസ് ബ്രാൻഡിൻ്റെ പുട്ടുപൊടി, അപ്പോൾ ആ പുട്ടുപൊടിയുടെ MRP 92 രൂപയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൂടി തോന്നുന്നു. അപ്പോൾ ആ 92 രൂപ MRP ഉള്ള സമയത്ത് ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ചെറിയ ഷോപ്പിൽ നിന്ന്, സാധാരണ നമ്മൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന ഒരു ഷോപ്പിൽ നിന്ന് 68 രൂപയ്ക്കാണ് അത് വാങ്ങിയിരുന്നത്. അത് ഹോൾസെയിൽ കട എന്നല്ല, റീറ്റെയിൽ ഷോപ്പാണ്. 68 രൂപയ്ക്കാണ് ഞാൻ ആ 1 കിലോ പുട്ടുപൊടി വാങ്ങിയിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ ബ്രാൻഡിൻ്റെ, ഞാൻ ഈ ബ്രാൻഡുകളുടെ പേര് പറയാത്തത്, നമ്മളൊരു ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബ്രാൻഡിന് എതിരെ പറയാൻ തോന്നും. ഞാൻ അങ്ങനെ പറയുന്നില്ല. നമ്മൾ എല്ലാ ഷോപ്പുകളെയും കോമൺ ആയിട്ട് ഞാൻ പറയണത്. പ്രമുഖ ബ്രാൻഡിൻ്റെ ഒരു പരസ്യം, ഒരു നോട്ടീസ് നമ്മുടെ പത്രത്തിനൊപ്പം വന്നപ്പോൾ ഞാൻ നോക്കിയതാണ്. അപ്പോൾ അവർ 5 കിലോ ഈ പുട്ടുപൊടിക്ക് അതിൻ്റെ MRP ഇട്ടുന്നത് 449 രൂപയാണ്. അവർ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 349 രൂപയ്ക്കാണ് അവർ പ്രൈസ് ഇട്ടുന്നത്. അതായത് 100 രൂപ കുറച്ചാണ് കൊടുക്കുന്നത്. ഈ ഒരു പരസ്യം കാണുമ്പോൾ നമ്മൾ എന്തായാലും വിചാരിക്കും 100 രൂപയാണ് അവിടെ ലാഭം, നമ്മൾ പോയിട്ട് വാങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, 68 രൂപയ്ക്കാണ് 1 കിലോ പൊടി ഞാൻ വാങ്ങിയിരുന്നത്. അപ്പോൾ 5 കിലോ പൊടിക്ക് 5 30 300 740 340 രൂപ വരുന്നുള്ളൂ. നമ്മൾ ഓരോ കിലോയുടെ 5 പാക്കറ്റ് വാങ്ങിയാൽ പോലും 349 രൂപ വരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ പറ്റിക്കപ്പെടല്ലേ. അപ്പോൾ ഈ വലിയ ഷോപ്പുകൾ, എല്ലാ ഷോപ്പുകളും അങ്ങനെ ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം ഷോപ്പുകളും നമ്മൾ കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ അവർ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കും. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു സഹപ്രവർത്തക കഴിഞ്ഞ ദിവസം ഒരു ഫോൺ വാങ്ങി, മൊബൈൽ ഫോൺ വാങ്ങി. അപ്പോൾ ആ ഫോണിന് MRP 66,000 രൂപയാണ്. അപ്പോൾ ആ ഷോപ്പുകാരൻ പറഞ്ഞു 7,000 രൂപയോളം ക്യാഷ് ബാക്ക് ഉണ്ട്, 7,000 രൂപയോളം ക്യാഷ് ബാക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ ഗിഫ്റ്റുകളും ഉണ്ട്.
അതിൻ്റെ കൂടെ ഒരു ചട്ടി, കുറച്ച് ഗ്ലാസ്സുകൾ, ഇതിനൊക്കെ പാടെ ആകെ വരുന്നത് ഒരു 500 രൂപയിൽ താഴെ മാത്രമേ കോസ്റ്റ്. പക്ഷെ അത് വലിയൊരു ബോക്സിലാക്കി നല്ല വൃത്തി പോലെ നല്ല ഭംഗിയായി അലങ്കരിച്ചിട്ടാണ് അവർ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താണ്, 66,000 രൂപ MRP ആണ്. പക്ഷേ ആ ഫോണിന് നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 55,000 രൂപയിൽ താഴെ മാത്രമേ അവരുടെ പ്രൈസ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ ഞാൻ ഈ ഫോണിന് വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 57,000 രൂപയാണ് പറഞ്ഞത്. 55,000 രൂപയാണ് ഓൺലൈനിലെ വില, പക്ഷേ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ 57,000 രൂപയാണ് പറഞ്ഞത്. എന്നാൽ പോലും എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് അവിടെ എന്നുള്ളതാണ്. മറ്റു ഷോപ്പിൽ പറഞ്ഞത്, ആ വലിയ ഷോപ്പിൽ പറഞ്ഞത് ഏകദേശം 60,000 രൂപയോളം കൊടുത്തിട്ടാണ് ആ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെയും നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഈ വലിയ ഷോപ്പുകളൊക്കെ നമുക്ക് ഗിഫ്റ്റ് തന്നിട്ട് നമ്മളെ എന്ത് ചെയ്യാണ്, അതിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതേപോലെയുള്ള ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുന്ന സമയത്ത് ധാരാളം ഓഫറുകൾ കൊടുക്കുന്നുണ്ട് കമ്പനികൾ. ചില ഷോപ്പുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ഭൂരിഭാഗം ഷോപ്പുകളും നമ്മൾ കൺസ്യൂമേഴ്സിനെ പറ്റിക്കുന്ന രീതിയിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഓഫർ കണ്ടു പോകുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ബ്രാൻഡ് നമ്മൾ തീരുമാനിക്കുക വീട്ടിൽ തന്നെ. അപ്പോൾ അതിന് ധാരാളം സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ, ChatGPT കൊടുത്താലൊക്കെ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പെസിഫിക്കേഷനൊക്കെ ഏകദേശം നോക്കിയതിന് ശേഷം നമ്മൾ ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന മോഡൽ നമ്പർ, ഇപ്പോൾ ഒരേ ബ്രാൻഡിൻ്റെ തന്നെ എന്താണ് പല മോഡലുകളുണ്ടായിരിക്കും. അപ്പോൾ മോഡൽ നമ്പർ മാറുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിലൊക്കെ മാറ്റം വരും, യാതൊരു സംശയമില്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ മിനിമം 2-3 കടകളിൽ പോയിട്ട് വില ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ഉപകരണം എന്തോ ആയിക്കോട്ടെ, അത് വാറൻറ്റി ലഭിക്കേണ്ടതാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാറൻറ്റി ലഭിക്കുന്ന കടയിൽ നിന്ന് വാങ്ങുക. അതേപോലെ തന്നെ നമ്മൾ ഏത് ബ്രാൻഡാണെന്ന് വെച്ചാൽ ആ ബ്രാൻഡിൻ്റെ വാറൻറ്റി കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ അന്വേഷിക്കണം. ഇപ്പോൾ ചില കമ്പനികൾ 5 വർഷവും 10 വർഷമൊക്കെ വാറൻറ്റി കൊടുക്കും. പക്ഷെ നമ്മൾ കേട് വന്നു കഴിഞ്ഞാൽ അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള വാറൻറ്റി ലഭിച്ചോണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥലത്തും അതിന് മാറ്റം ഉണ്ടായിരിക്കാം. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കൃത്യമായിട്ട് വാറൻറ്റിയും സർവീസും ഒക്കെ ലഭിക്കുന്ന കമ്പനി ഏതാണോ അതിൻ്റെ നമുക്ക് വേണ്ട മോഡൽ മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് വാങ്ങാം. പ്രത്യേകിച്ചും ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം 2026 മൊബൈൽ ഫോണുകളുടെ വില വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു ഫോണിൻ്റെ വില നോക്കിയപ്പോൾ 31,000 രൂപയായിരുന്നു. ആ ഫോണിന് ഇപ്പം വില 44,000 രൂപയാണ്. അത്രയും ഡിഫറൻസ്, 10,000 രൂപയുടെ മുകളിൽ ഡിഫറൻസ്. സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോറേജ് ഡിവൈസുകളുടെ ഒരു അവൈലബിലിറ്റി കുറവായിട്ടുണ്ട്. AI രംഗത്തേക്ക് അവർ മാറിയത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഫോണിൻ്റെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പുതിയ ഫോണിന്, അതായത് ഈ കൊല്ലം ഇറങ്ങുന്ന എല്ലാ ഫോണിനും ഭയങ്കര വിലയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഫീച്ചർ നമുക്ക് ഈ ഒരു വിലയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു 40,000 രൂപ റേഞ്ചിലൊക്കെ നമ്മൾ ചിലവാക്കേണ്ടി വരുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ എന്നോട് കുറച്ച് ആളുകൾ ചോദിച്ചു, ഓൺലൈനിൽ നിന്ന് വാങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം നോക്കുക. അതായത് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര ഇങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ ചില ഷോപ്പുകാർ പറയും നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഒന്നും ലഭിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഗ്യാരണ്ടി നൽകുന്നത് ഒരു ഷോപ്പുകാരും അല്ല, അതാത് ബ്രാൻഡുകളാണ്. ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡാണ് സർവീസ് നൽകുന്നത്. പക്ഷേ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാറൻറ്റി ലഭിക്കാൻ ആ ഷോപ്പുകാരെന്ത് ചെയ്യും, ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെടും. അപ്പം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. അതേസമയം നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റായിട്ട് അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. ആ ഒരു മാറ്റം മാത്രമാണുള്ളത്. അതായത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഷോപ്പിൽ പോയി പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ TV വാങ്ങി, ആ TV കേടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, വാറണ്ടി പീരീഡ് ഉള്ള സമയം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോപ്പിൽ പോയി പറഞ്ഞാൽ ഷോപ്പുകാരെന്ത് ചെയ്യും, ആ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റേ നമ്മൾ നേരിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിനെ അവരുടെ സർവീസ് സെൻറ്ററുമായിട്ട് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമുള്ളത്. പിന്നെ വിലയുടെ കാര്യത്തിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ ചില പ്രോഡക്റ്റിന് ഓഫ്ലൈൻ നമ്മുടെ ഷോപ്പിലായിരിക്കും വില കുറവുണ്ടാവുക, ഓൺലൈനിനേക്കാളും വില കുറവ് ചിലപ്പോൾ ഓഫ്ലൈനിലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെറ്റീരിയൽ വാങ്ങുക. അതേപോലെ തന്നെ EMIയുടെ കാലമാണ് അല്ലേ. നമ്മൾ ഒരു പൈസയും ഇല്ലാതെ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള മൊബൈൽ ഫോൺ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു പേയ്മെൻറ്റ് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സ്കീമുകൾ ധാരാളം ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, മാസം മാസം ഈ പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കണം അല്ലേ. അതിൽ ഇൻട്രസ്റ്റ് നോക്കണം.
അപ്പോൾ നമ്മൾ 1,00,000 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോഴേക്ക് എത്ര രൂപയാവും എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാം. ഓഫർ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളൊരു സാധനം വാങ്ങാൻ പോകരുത്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം, നമ്മുടെ കയ്യിലൊരു മൊബൈലുണ്ട്. ആ മൊബൈൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈലാണ് വിചാരിക്കുക. ഒരു ഫോൺ ഇറങ്ങി, ഒരു പുതിയ ഫീച്ചേഴ്സൊക്കെ ഒരു ഫോൺ ഇറങ്ങി വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഫോണിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ ഓഫർ കണ്ട് നമ്മൾ ചാടി വീഴേണ്ട ആവശ്യമില്ല. കാരണം ആ പുതിയ ഫോണ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതിനേക്കാളും ഫീച്ചറുള്ള ഒരു ഫോൺ വരും. അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓഫറുകൾ കണ്ട് ചാടി വേണ്ട. ഈ കോടികളുടെ സമ്മാനം കൊടുക്കണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, അതെങ്ങനെ അവർക്ക് ഈ ലാഭം ഉണ്ടാവുന്നത്. അത് നമ്മൾ ചില ഷോപ്പുകൾ പറയാൻ ഞങ്ങൾ ഹോൾസെയിലായിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, റേറ്റ് കുറച്ച് കൊടുക്കും. ഞങ്ങൾ ടി വി ഒക്കെ നമ്മൾ 100 കണക്കിന് ടി വി ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാവും. സംഭവം ശരിയാണ്, ആ പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ പ്രോഫിറ്റ് കൃത്യമായിട്ട് അവർ തരുന്നൊന്നുമില്ല. നമ്മളത് മനസ്സിലാക്കണം. കാരണം അവരുടെ പരസ്യം, അവർ അത്രയും വലിയ പരസ്യങ്ങളായിരിക്കും. സിനിമ സ്റ്റാറൊക്കെ വെച്ചുള്ള പരസ്യങ്ങളുണ്ടാവും അല്ലേ. അതിനൊക്കെ എന്ത് ചെയ്യുന്നത്, പൈസ ചിലവുണ്ട്. അപ്പോൾ ആ പൈസ ഒക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്, യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ എവിടെ പോയിട്ട് സാധനം വാങ്ങുകയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വില 2-3 ഷോപ്പിലെങ്കിലും അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.